ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ പുതുവർഷ ഫലത്തിലേക്ക് വരികയാണ്. അതായത് ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങമാസം പിറക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് അറിയാം, വ്യാഴം മാറി, അതുപോലെ തന്നെ കുറേ ചേഞ്ചുകൾ വന്നു. അപ്പോൾ ഈ ചേഞ്ചുകൾ എങ്ങനെയാണ് നമ്മളെ ബാധിച്ചു എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചോതിയും വിശാഖവും അത്തം കഴിഞ്ഞ ചിത്തിര പകുതി വരെയാണ് കന്നിക്കൂറിൽ വരുന്നത്. തുലാക്കൂറിൽ വരുമ്പം ചിത്തിര പകുതിയും ചോതിയും വിശാഖവുമാണ്. വിശാഖത്തിൻ്റെ മുക്കാലും അവിടെയാണ്. അപ്പം ചോതി വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും അധികം ജീവിതത്തിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് നമുക്ക് വന്നിരുന്ന ഗുണങ്ങളെല്ലാം പ്രയോജനത്തിലേക്ക്, അതായത് ഒരുപാട് അവസരങ്ങൾ വന്നിട്ട് അതെല്ലാം പ്രയോജനത്തിലേക്ക് വരുന്നൊരു കാലം. വിദേശയോഗം, നല്ല ജോലിയിൽ മാറ്റം, ജീവിതത്തിൽ നമ്മൾ വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സമയം. അതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ കരിയർ വൈസും മറ്റുമൊക്കെ വളരെ ചേഞ്ച് വരുന്നൊരു സമയമാണ്. അത് ഇപ്പോഴും നിങ്ങൾ നടത്തിയാൽ അത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ധനം, ഇപ്പോൾ ധനം വരാനുള്ള അവസരങ്ങൾ വരും, അത് ഉപയോഗിക്കുകയും ധനം നിലനിർത്തുകയും ചെയ്യണം. ആരെയും ധനപരമായിട്ട് സഹായിക്കരുത്. കാരണം ഈ ചോതി വിശാഖം നക്ഷത്രക്കാർക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം വേറൊന്നുമല്ല. നമ്മൾ മറ്റുള്ളവരെ കൈയച്ച് സഹായിച്ച് നമുക്ക് ഈശ്വരൻ തരുന്ന ധനം നമുക്ക് നിലനിൽക്കാതെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തും. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഒന്നാമത് കലികാലമാണ്. ചുറ്റുപാടുമുള്ള നല്ലൊരു ശതമാനം വ്യക്തികളും നമ്മളെ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളതിന് വഴിപ്പെടരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും പുതുവർഷം നല്ലതാണ്. ജീവിതത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാം. പുതിയ പുതിയ സൗഹൃദങ്ങളും അതിലൂടെ ഗുണവും വരും. പുതിയ സ്ഥാനമാനങ്ങൾ വരും. ജീവിതത്തിൽ മൊത്തത്തിൽ ചേഞ്ച് വരുന്ന സമയമാണ്, അത് ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മൾ വളരെ കഷ്ടതയിൽ നിന്നിട്ട് ഇപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് രക്ഷപ്പെട്ടൊരു കൂറുകാരാണ് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴം തൃക്കേട്ട നക്ഷത്രവും വരുന്ന വൃശ്ചികക്കൂറുകാർ. അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ വർഷം വരെ വളരെ മൂക്കൊണ്ട് ഇക്ഷ എണ്ണ എഴുതിയെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതകൾ മാറി, ജീവിതം ഒരുവിധം ഒന്ന് ഗുണകരമായി മാറ്റം വന്നു. ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ, ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ച എല്ലാം വരും. കാരണം ഇപ്പം വ്യാഴം ഉച്ചനായിട്ട് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത്, ധനസ്ഥാനത്ത്, പൂർവ്വപുണ്യ സ്ഥാനത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ച പ്രാർത്ഥനകളുടെയും ദൈവാധീനത്തിൻ്റെ എല്ലാം ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഈ വരുന്ന നവംബറിൽ വ്യാഴം മാറിയാലും അത് 10ലേക്കായതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത് കഴിഞ്ഞാലും ഗുണം ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഇനി വരുന്ന 3 വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. വ്യാഴം ആണ് ധനവും ഐശ്വര്യവും സന്താനഭാഗ്യം, സന്താന ഗുണം, അതുപോലെ തന്നെ ജീവിതത്തിലെ ഗുണകരമായ മാറ്റം എല്ലാം തരുന്നത്. അതെല്ലാം വരുന്ന സമയമാണത്. അതായത് ഈ പുതുവർഷത്തിൽ ഏറ്റവും അധികം നല്ല ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർ. അനിഴം, തൃക്കേട്ട, അതുപോലെ തന്നെ നമ്മുടെ വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം മാത്രം ഉൾപ്പെടുന്ന ആ രാശിക്കാരെ സംബന്ധിച്ച് സമയം നല്ലതാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളുടെ സമയത്തിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. വലിയ വലിയ സൗഹൃദങ്ങളും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന വ്യക്തിബന്ധങ്ങളും വലിയ ഗുണകരമായ അവസരങ്ങളും ഭഗവാൻ തരും. അത് ഉപയോഗപ്പെടുത്തുക. ധനുക്കൂറിൻ്റെ നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം. അപ്പം ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ ഈ പുതുവർഷ ഫലത്തിൽ നമുക്കൊരു അല്പം സമയം അത്ര നന്നല്ലാത്ത ഒരു നക്ഷത്രക്കാരാണ് ഇവരെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഉച്ചനാണെങ്കിൽ കൂടി അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം നിങ്ങളെ ആവശ്യത്തിന് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വ്യാഴപ്രീതി നേടി, ദാറ്റ് മീൻസ് ഇപ്പം വിഷ്ണു, കൃഷ്ണൻ എന്നീ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക, അവിടെ ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക. അതുപോലെ തന്നെ ഏത് മതക്കാരായാലും അവരവരുടേതായ പ്രാർത്ഥനകൾ
പിന്തുടരുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവാധീനം വർദ്ധിക്കും. നമ്മുടെ ആ പ്രാർത്ഥനകളുടെ ഫലം ദൈവാധീനം തന്നെയാണ് വ്യാഴം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർവേശ്വരകാരകൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. എന്നാൽ ജീവിതത്തിൽ ഒരു രാശിയിൽപ്പെട്ടവരും കേതുപ്രീതി വരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലം ആയതുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ച് ഈ അഷ്ടമത്തിലാണ് വ്യാഴമെങ്കിൽ 9 ഭാഗ്യസ്ഥാനത്ത് കേതുവും കൂടെ ആയതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ അടുത്ത് വന്നിട്ട് ബ്ലോക്കായി പോകും. അപ്പോൾ കേതുപ്രീതി തീർച്ചയായിട്ടും നടത്തണം. എങ്ങനെ? ഗണപതിക്ക് മാസത്തിലൊരു നാളികേരം ഉടയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം ചെയ്യുകയോ ചെയ്ത് മുന്നോട്ട് പോയാൽ നന്നായിരിക്കും. കാരണം ഈ വരുന്ന ഡിസംബർ ആകുമ്പോൾ കേതുവിൻ്റെ ആ ഒരു അനിഷ്ടം മാറിക്കിട്ടും. അതുവരെയും അങ്ങനെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ജാതകത്തിൽ കേതു അനുകൂലമാണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ഇനി നമുക്കിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ പദ്ധതികളൊന്നും ഇപ്പോൾ പ്ലാൻ ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥയിൽ പോവുക, ജോലി മാറരുത്. പരീക്ഷകൾക്കൊക്കെ കഠിനമായി പ്രയത്നിക്കുകയും നല്ല അധ്വാനിച്ചാലേ പരീക്ഷ പാസ്സാവുള്ളൂ. ജോലികളൊക്കെ അവസരങ്ങൾ അടുത്തെത്തി നഷ്ടപ്പെടുമ്പം വിഷമിക്കേണ്ട. ഈ വരുന്ന നവംബർ മുതൽ പിന്നെ അങ്ങോട്ട് സമയം നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോഴേ പ്ലാനിങ്ങും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നവംബർ തൊട്ട് വ്യാഴം അപ്പോഴേ ഒന്നുകൂടി മുന്നോട്ട് പോകും. അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് പോകും. ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ നവംബർ തൊട്ട് പിന്നെ അങ്ങോട്ട് സമയം നല്ലതാണ്. അടുത്ത വർഷം വ്യാഴമാറ്റം നല്ലതുമായിരിക്കും. കാരണം ഭാഗ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇന്നത്തെ കഷ്ടതകളെല്ലാം മാറും. അതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്ലാനിങ് മാത്രം നടത്തുക. ബിസിനസ്സിലായിരുന്നാലും നമ്മൾ നവംബർ കഴിഞ്ഞിട്ടേ പുതിയ കാര്യങ്ങൾ ചെയ്യാവൂ. അതുപോലെ തന്നെ നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഉയർച്ചയ്ക്കും കർമ്മത്തിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ ഉള്ള പ്ലാനിങ്ങുകളും കരുക്കളും നീക്കി വയ്ക്കുക. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക, നമ്മുടെ ഒപ്പം നിൽക്കുന്നവരും സഹകരിക്കുന്നവരുമായ വിശ്വസ്തരെ എല്ലാം ഒന്ന് വാച്ച് ചെയ്യണം. കാരണം അവരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തണം. അവരിലൂടെ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂർവികമായ സ്വത്തോ കാര്യങ്ങളോ കിട്ടാനുള്ളതിന് കുറേ ഡിലേ വരാം. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാൻ കുറച്ച് കാലതാമസം വരാം. അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിന് കുറച്ച് കാലതാമസം വരികയോ ഒക്കെ വരാം. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ മൊത്തത്തിലൊരു ശ്രദ്ധയും ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു നിരീക്ഷണവും പിന്നെ എല്ലാ രീതിയിലും നമ്മൾ സംയമനവും പുലർത്തേണ്ട കാലമാണ്. സംയമനം മീൻസ് ഇപ്പം നമ്മുടെ സമയം അത്ര നന്നല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക. കുടുംബത്തിലായിരുന്നാലും വെളിയിലായിരുന്നാലും വ്യക്തിബന്ധങ്ങളിൽ വളരെ ഒരു ഈശ്വരാധീനത്തോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വന്നാൽ വലിയ കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. കഴിയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷ ആവശ്യത്തിനായിരുന്നാലും മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടികൾ തന്നോളും. നിങ്ങൾ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് നിങ്ങൾ നന്നായിട്ട് ജ്യോതിഷ കൈരളിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും. ഹരേ കൃഷ്ണ. നന്നായി വരും.